നമസ്കാരം. കുഞ്ഞമ്മണീസ് വ്ലോഗ്സിന്റെ ഗുഡ് വൈബ്സ് ആൻഡ് ഗുഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കമന്റ് ബോക്സിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഹസ്ബൻഡ് തമ്മിലുള്ള ഈ റിലേഷൻ എങ്ങനെയാണ് ഇത്ര മനോഹരമായി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്നാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമുക്ക് വേണ്ടുന്നത് പരസ്പര സ്നേഹമാണ്, അതാണ് മെയിൻ എന്ന് പറയുന്നത്. പിന്നെ വേണ്ടുന്നത് പരസ്പര ബഹുമാനം, പിന്നെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതാണ് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടുപേര് രണ്ട് വ്യക്തികളാണ്, നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, അവർക്ക് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കയറി ഇടപെടാൻ പാടില്ല. അതുപോലെ നമ്മളുടെ കാര്യത്തിൽ അവർ അബദ്ധമായിട്ട് ഇടപെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരി നമ്മൾ കാണാൻ പോകുമ്പം, ഒരു മിനിറ്റ് ഗൈസ്, ഇതെവിടെ പോകുന്നു ഹെൽമെറ്റ് ഒക്കെ ആയിട്ട്? നമ്മളെ വിഷ്ണു എന്ന് കണ്ടിട്ട് വരാം. ഏത് വിഷ്ണു? വിഷ്ണു അത് കഴിഞ്ഞ മാസം കണ്ടില്ലയോ? കഴിഞ്ഞ മാസമായി, ഒരു മാസമായില്ലേ? ഇതിപ്പോ എല്ലാ മാസം കാണാൻ എന്തുവാ? നീ നിന്റെ കൂട്ടുകാരെ കാണാൻ പോകണേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. ഇന്നലെ കണ്ടോടെ സ്ത്രീ സ്വാതന്ത്ര്യം വേണ്ടേ? സ്ത്രീക്ക് മാത്രം സ്വാതന്ത്ര്യം മതിയോ? നീ വീഡിയോയിലൊന്നും അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഗുഡ് വൈഫും ഗുഡ് തോട്ടം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരേ കണക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാണോ കാണിക്കുന്നത്? പറച്ചില് ഒന്ന് പ്രവർത്തി വേറെ. ഇപ്പൊ പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട, ഒരു മാസം കൂടുതല പോയിട്ട് വരാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോവണ്ട. നല്ലൊരു സബ്സ്ക്രൈബർ ആണോ? അങ്ങനെ പലരും കാണും എന്റെ സബ്സ്ക്രൈബർ. അതെന്തായാലും കൊള്ളാം. നീ ഇവിടെ കിടന്ന് ഗുഡ് തോട്ട്സ് എന്ന് പറഞ്ഞ് തള്ളി മറിക്കോല്. അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു ഫോളോവറാണ് ഇവന്. അങ്ങനെ ഞാൻ പലതും പറയും, എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ആ പൂനാച്ചൊന്നും വേണ്ട. ഇപ്പൊ ഒരു പുതുമയായിട്ട് ഇറങ്ങിയേക്കുന്നു. എന്നാടി നാട്ടുകാരെ എങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നത്? പിന്നെ ലോകത്ത് ആദ്യത്തെ ആളല്ലയോ ഞാൻ ഈ സോഷ്യൽ മീഡിയയില്. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ഓരോന്നുണ്ടാക്കിയത്, നമുക്ക് വേണ്ടേ ഒന്നും. എന്തായാലും കൊള്ളാം. നിന്റെ കുഞ്ഞമ്മണീസ് വ്ലോഗ് കാണുന്ന എല്ലാരും വിചാരിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്നാ. കഷ്ടം. അതിന് നിങ്ങക്ക് ഇവിടെ എന്തോ കുറവുണ്ട്? എത്ര നാളായി ഞാൻ എന്റെ ഫോണിന്റെ ടച്ച് സ്ക്രീൻ ഒന്ന് മാറിത്തരാൻ പറയുന്നത്. എനിക്ക് നല്ല നല്ല വീഡിയോ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ബില്ലും കാര്യങ്ങളൊക്കെ എടുത്തു തരാം, ഒന്ന് ശരിയാക്കി കൊടുക്കാം. എന്തായാലും എടുത്തോണ്ട് വാ. നീ അത് ശരിയാക്കിയില്ലെങ്കിൽ നീ എന്റെ തല അങ്ങ് തിന്നോലി. ഭഗവാനെ, ഇത് ഓഫ് ആയില്ലായിരുന്നു. കുഞ്ഞമ്മണി റോക്സ് ഇങ്ങനെയാണോ വീട്ടിൽ? പത്മ കള്ളം പുറത്തു വന്നു. എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇതല്ല, ഇതിനപ്പുറമാണ് കുഞ്ഞമ്മണി റോക്സ് വീട്ടിൽ ചെയ്യുന്നത്. മനുഷ്യനെ നിൽക്കാനോ ഇരിക്കാനോ പെടുക്കാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഈ വീട്ടിൽ എനിക്കില്ല. വീട് ചെയ്യുമ്പോൾ മാത്രമാണ് കേസ് എന്നോട് ചിരിക്കാനോ നിൽക്കാനൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇവിടെ കള്ളത്തരമാണ്. ഇവള് പറ കണക്കില്ലെങ്കിൽ എന്നെ ഇടിക്കും കേസ്. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാ കള്ളവും. കുഞ്ഞമ്മണി വ്ലോഗ്സ് ഇവിടെ തകർന്നു. ഇതൊരു പ്രാങ്ക് വീഡിയോ. खत्म, बाय बाय, टाटा, गुड बाय।